അപ്പോൾ പാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂറോ എൻഡോക്രൈൻ, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസമാണ്. എന്താണ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം? അതായത് നമ്മുടെ നെർവസ് സിസ്റ്റവും അതേപോലെ തന്നെ ഒരു വുമനിൻ്റെ എൻഡോക്രൈൻ സിസ്റ്റവും കൂടി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സ്ത്രീക്ക് എന്തിന് സാധ്യമാകുന്നത്? പാച്ചുറേഷൻ സാധ്യമാകുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ആര്? ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസോ അല്ലെങ്കിൽ പ്ലാസൻ്റെയോ ഒരു സിഗ്നൽ ആർക്ക് കൊടുക്കും? ബ്രെയിനിന് കൊടുക്കും. ഞാൻ ഫുള്ളി ഡെവലപ്ഡ് ആയി, എനിക്കിനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് എന്ത് ചെയ്യണം? പുറത്തേക്ക് പോകണം, എനിക്ക് പുറത്തേക്ക് പോയിട്ട് വളരണം എന്ന് ആര് പറയും? നമ്മുടെ ഫീറ്റസ് പറയും. അങ്ങനെ ഫീറ്റസ് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ബ്രെയിൻ ഒരു പ്രത്യേകതരം ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ ആൾ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മയോമെട്രിയത്തിന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? നമ്മുടെ മയോമെട്രിയത്തിന് അങ്ങോട്ടേക്ക് കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഫീറ്റസ് എന്ത് ചെയ്യും? ഫീറ്റസ് പുറത്തേക്ക് വരും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫീറ്റസ് ഇജക്ഷൻ റിഫ്ലക്സ്. അതായത് ഫീറ്റസ് എന്ത് കൊടുക്കും? ഒരു സ്റ്റിമുലേഷൻ ബ്രെയിനിന് കൊടുക്കും. എന്ത്? ഞാൻ ഫുള്ളി ഡെവലപ്ഡ് ആയി, എനിക്ക് പുറത്തേക്ക് പോകണം. അതാണ് എന്തെന്ന് പറയുന്നത്? ഫീറ്റസ് ഇജക്ഷൻ റിഫ്ലക്സ്. അതെന്തിന് വിധേയമാക്കും? യൂട്രൈൻ വാളിനെ കോൺട്രാക്ഷന് വിധേയമാക്കും. ഓക്കെ, ഇതിന് ഈ ഒരു കോൺട്രാക്ഷനെ ട്രിഗർ ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽപ്പോടുകൂടി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ബ്രെയിൻ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എന്തെന്ന് പറയുന്നത്? ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിനാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യൂട്രൈൻ മസിൽസിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യിക്കുന്നത്? കോൺട്രാക്ഷൻ ചെയ്യിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഓക്സിറ്റോസിൻ വളരെ 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 കുറച്ച് എമൗണ്ടിലായിരിക്കും എന്ത് ചെയ്യിക്കുക? പ്രൊഡ്യൂസ് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള കോൺട്രാക്ഷൻസ് ആണ് യൂട്രൈൻ വാളിൽ ഉണ്ടാവുക. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ലാർജ് ക്വാണ്ടിറ്റിയിൽ അബണ്ടൻ്റ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ടൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോങ് കോൺട്രാക്ഷൻ എവിടെ വരുന്നു? സ്ട്രോങ് കോൺട്രാക്ഷൻ നമ്മുടെ യൂട്രൈൻ വാളിൽ വരുന്നു. അങ്ങനെ വരുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഫീറ്റസ് എന്ത് ചെയ്യുന്നു? ഡെലിവർ ചെയ്ത് പുറത്തേക്ക് വരുന്നു. ഈ പ്രൊസീജിയറാണ് എന്തെന്ന് പറയുന്നത്? പാച്ചുറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പോൾ കുഞ്ഞെന്ത് ചെയ്തു? നമ്മുടെ ബേബി യൂട്രസിലൂടെ നമ്മുടെ ബർത്ത് കനാലിലൂടെ എന്ത് ചെയ്തു? പുറത്തേക്ക് വരുന്ന പ്രൊസീജിയറാണ് എന്തെന്ന് പറയുന്നത്? പാച്ചുറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി കുഞ്ഞ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് എന്ത് വേണം? ഫുഡ് വേണം, വേണ്ടേ? ആ ഫുഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അമ്മയുടെ മിൽക്കിൽ നിന്നിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പാച്ചുറേഷൻ കഴിഞ്ഞാൽ പിന്നീട് ഒരു സ്ത്രീയിൽ എന്ത് നടക്കും? അവരുടെ മാമറി ഗ്ലാൻസിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും? മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ആ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആയത്? പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ലാക്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചതാണ്. എവിടെ? നമ്മുടെ മാമറി ഗ്ലാൻസിനുള്ളിൽ എന്തുണ്ട്? ആൽവിയോളാർ സെൽസിലുണ്ട്. ആ ആൽവിയോളാർ സെൽസിൽ പ്രൊലാക്റ്റിൻ ആക്ട് ചെയ്തുകൊണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മിൽക്ക് പിന്നീട് എങ്ങോട്ടേക്ക് വരുന്നു? പല ട്യൂബ്സിലൂടെ കയറി ലാക്റ്റിഫറസ് ഡക്റ്റിലൂടെ നിപ്പിളിൽ വന്നിട്ടാണ് കുഞ്ഞെന്ത് ചെയ്യുന്നത്? സക്ക് ചെയ്ത് എടുക്കുന്നത്. ഇതാണ് ലാക്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നെക്സ്റ്റ്, ഇനി ആദ്യമായിട്ട്, അതായത് അമ്മ കുഞ്ഞിന് ജന്മം നൽകി പ്രസവത്തിന് ശേഷം ആദ്യമായിട്ട് ഇനിഷ്യൽ ഡേയ്സിലുള്ള ലാക്ടേഷനിൽ വരുന്ന മിൽക്ക് നമ്മൾ പറയുന്നത് എന്താണ്? കൊളസ്ട്രം എന്നാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് ആൾക്കാർ ഇത് കൊടുക്കില്ലായിരുന്നു. പക്ഷെ സത്യത്തിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന കൈൻഡ് ഓഫ് മിൽക്കാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കൊളസ്ട്രം എന്ന് പറയുന്നത്. ഒരു ലൈറ്റിഷ് യെല്ലോ കളറിൽ കാണപ്പെടുന്ന ഈ മിൽക്കിൽ എന്തൊക്കെയുണ്ട്? കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ട്. എക്സ്പെഷ്യലി IgA, ഇമ്മ്യൂണോഗ്ലോബുലിൻ A എന്ന് പറയുന്ന ആൻറ്റിബോഡി എന്തിൽ പ്രസൻ്റ് ആണ്? കൊളസ്ട്രത്തിൽ പ്രസൻ്റ് ആണ്. അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ന്യൂട്രിയൻസും എന്തിൽ പ്രസൻ്റ് ആണ്? കൊളസ്ട്രത്തിൽ പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു 6 മന്തോളം എന്ത് കൊടുക്കണം? കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കണം. കാര്യം കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള എല്ലാ പോഷക ഗുണങ്ങളും എവിടെയുണ്ട്? നമ്മുടെ ഈ ഒരു അമ്മയുടെ പാലിൽ. 6 മാസത്തോളമുള്ള അമ്മയുടെ പാലിൽ എന്ത് ഈ കുഞ്ഞിന് വേണ്ട എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും എന്തിൽ അടങ്ങിയിട്ടുണ്ട്? അമ്മയുടെ പാലിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു
ലാക്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറും എന്തിൻ്റെ ഭാഗം തന്നെയാണ്? ഒരു ഓഫ്സ്പ്രിങ്സ് ഒരു ഫീറ്റസിൻ്റെ പ്രോപ്പർ ഗ്രോത്തിൻ്റെ വലിയൊരു പങ്ക് എന്തിനുണ്ട്? ലാക്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിനും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു? ഈ ഒരു ഹോൾ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ് പറഞ്ഞത് അല്ലേ? എങ്ങനെയാണ് ഒരു ഹ്യൂമനിൽ നിന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ നിന്നിട്ട് പുതിയൊരു ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മെയിൻലി നമ്മൾ എന്താണ് ഗമറ്റോജെൻസിസ് ആണ് ആദ്യം പറഞ്ഞത്. ഗമറ്റോജെൻസിസ് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എന്ത് പറഞ്ഞു? സെക്സ് ഓർഗൻസിനെ പറ്റിയിട്ട് പറഞ്ഞു. മെയിൽ സെക്സ് ഓർഗനും പറഞ്ഞു, ഫീമെയിൽ സെക്സ് ഓർഗൻ്റെ കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ മെയിൽ സെക്സ് ഓർഗനിൽ അവർക്ക് പ്രൈമറി സെക്സ് ഓർഗൻ ഉണ്ട്, ആക്സസറി ഡക്റ്റ് ഉണ്ട്, ആക്സസറി ഗ്ലാൻസ് ഉണ്ട്, അവർക്കൊരു എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ നമ്മൾ ഫീമെയിൽസിലേക്ക് വന്നു. ഫീമെയിൽസിനും ഇതുപോലെ തന്നെ എന്തുണ്ട്? അവർക്കൊരു പ്രൈമറി സെക്സ് ഓർഗൻ ഉണ്ട്, അവർക്ക് യൂട്രസ് ഉണ്ട്, വജൈനയെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? അവരുടെ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന അക്സസറി ഡക്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ദെൻ നമ്മൾ എന്ത് പറഞ്ഞു? എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തി. ദെൻ നമ്മൾ എന്ത് പറഞ്ഞു? സ്പെർമാറ്റോ ജെനിസിസ് എന്താണ്, ഊജെനിസിസ് എന്താണെന്ന് പറഞ്ഞു, സ്പേമിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഇത്രയും നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താണ്? ഒരു ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഓവ ഏതൊക്കെ രീതിയിലാണ് ഊജെനിസിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പിന്നീട് എങ്ങനെയാണ് പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടേർഷറി ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ ഒരു സ്ത്രീയിലുണ്ടാവുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. കാര്യം എന്താണ്? സൈക്ലിക്കായിട്ട് ഒരു സ്ത്രീയിൽ എല്ലാ മാസവും ഈ ഒരു പ്രൊസീജിയർ എന്ത് ചെയ്യുന്നു? നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേതൊക്കെ ഹോർമോൺസ് ഇൻവോൾവ്ഡ് ആണ്, ഏതൊക്കെ ദിവസങ്ങളിലാണ് ഈ ഒരു പ്രൊസീജിയർ നടക്കുന്നത്, എത്ര ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഒരു സ്ത്രീയിലെ മെൻസസ് എന്ന് പറയുന്നത് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? അതിൽ മെൻസ്ട്രേഷൻ തുടങ്ങുന്നതിന് നമ്മൾ മെനാർക്ക് എന്നും മെൻസ്ട്രേഷൻ നിൽക്കുന്നതിനെ മെനോപ്പോസ് എന്നും പറഞ്ഞു. ദെൻ നമ്മൾ എങ്ങോട്ടേക്ക് വന്നു? ഫെർട്ടിലൈസേഷൻ, ഇൻസെമിനേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് വന്നു. ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗമറ്റോജെനിസിസ് കഴിഞ്ഞുണ്ടായിട്ടുള്ള സ്പേംസിനെ വജൈനയിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ റിലീസ് ചെയ്യുന്ന പ്രൊസീജിയറാണ് എന്തെന്ന് പറയുന്നത്? ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓവത്തിന് എന്തോ മാറ്റം വരുന്നു, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ സ്പേമിനുണ്ടാവുന്നത്, അവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കപ്പാസിറ്റേഷൻ പറഞ്ഞു, ആക്രോസോമൽ റിയാക്ഷൻസ് പറഞ്ഞു. ദെൻ ഓവത്തിന് വരുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ്, കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത് നമ്മൾ പറഞ്ഞ എന്തിനെ പറ്റിയിട്ടാണ്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിനെ പറ്റിയിട്ടാണ്. അവിടെ എങ്ങനെ സൈഗോട്ട് ഫോം ചെയ്യുന്നു, സൈഗോട്ട് പിന്നീട് എങ്ങനെ ട്രോപ്പോബ്ലാസ്റ്റ് ലെയറായിട്ട് മാറുന്നു, ട്രോപ്പോബ്ലാസ്റ്റ് ഇംപ്ലാന്റ് ചെയ്യുന്നു, എങ്ങോട്ടേക്ക്? യൂട്രൈൻ വോളിലേക്ക് വന്നിട്ട് ഇംപ്ലാന്റ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു. ദെൻ നമ്മൾ പറഞ്ഞത് എന്താണ്? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇംപ്ലാന്റേഷന് ശേഷം എന്ത്? ജസ്റ്റേഷൻ പീരീഡ് അല്ലേ? ജസ്റ്റേഷൻ പീരീഡിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു ബേബിയുടെ, ഒരു എംബ്രിയോയിൽ ഉണ്ടാവുന്നത് എല്ലാം നമ്മൾ പറഞ്ഞതാണ്. ജസ്റ്റേഷൻ പീരീഡ് പറഞ്ഞു. അതോടൊപ്പം തന്നെ അവിടെ എന്താണ്? പ്ലാസൻ്റ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ പ്ലാസൻ്റയിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഒരു പ്ലാസൻ്റ ചെയ്യുന്നത്, ഓരോ മന്തിലും പിന്നീട് കുഞ്ഞിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, മാറ്റങ്ങൾക്ക് ശേഷം നമ്മൾ പറഞ്ഞു കുഞ്ഞ് ഫുള്ളി ഡെവലപ്ഡ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് നടക്കും? അമ്മയുടെ ബോഡിയിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വരുന്നു. അതാണ് പാച്ചുറേഷൻ എന്ന് പറയുന്നത്. പാച്ചുറേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ ആണ്. അതിനുശേഷം ലാക്ടേഷൻ ആണ്. ലാക്ടേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന മെയിൻലി ഹോർമോൺ എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ള ഹോർമോൺ എന്ന് പറയുന്നത് പ്രൊലാക്റ്റിൻ ആണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഗാമറ്റോജെനിസിസ്, ഇൻസെമിനേഷൻ, ദെൻ ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ, പാച്ചുറേഷൻ, ലാക്ടേഷൻ. ഇത്രയും പ്രൊസീജിയറിലൂടെയാണ് ഒരു ഇൻഡിവിജ്വൽ എന്തായിട്ട് മാറുന്നത്? ഒരു ഗ്രോത്തുള്ള ഒരു ബേബി ആയിട്ട്, പ്രോപ്പർ ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്ന ഒരു ബേബി ആയിട്ട് അത് മാറുന്നത്. ക്ലിയർ ആണോ? ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉള്ളത്.